ഒരിക്കൽ പാർവതിദേവി കുളിക്കാൻ പോകുന്ന സമയത്ത് കാവലനായി ആരുമില്ലാത്തതിനാൽ തന്റെ ശരീരത്തിലെ ചന്ദനക്കൂട്ടിൽ നിന്ന് ഒരു ബാലനെ നിർമ്മിക്കുകയും അതിന് ജീവൻ നൽകുകയും ചെയ്തു. ആ ബാലനോട് താൻ കുളിച്ചു വരുന്നതുവരെ ആരെയും അകത്തേക്ക് കടത്തിവിടരുത് എന്ന് ദേവി നിർദ്ദേശിച്ചു. ഈ സമയത്താണ് പരമശിവൻ അവിടേക്ക് വന്നത്. എന്നാൽ തന്റെ പിതാവാണെന്ന് അറിയാത്ത ബാലൻ ശിവനെ തടഞ്ഞു. കോപിഷ്ഠനായ ശിവൻ തന്റെ തൃശൂലം കൊണ്ട് ആ ബാലന്റെ ശിരസ് അറുത്തുമാറ്റി. വിവരമറിഞ്ഞ പാർവതീദേവി അങ്ങേയറ്റം ദുഃഖിതയാവുകയും പ്രപഞ്ചം മുഴുവൻ നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ദേവിയെ ശാന്തിയാക്കാൻ ശിവൻ തന്റെ ഭൂതഗണങ്ങളോട് വടക്ക് വശത്തേക്ക് തലവെച്ചുറങ്ങുന്ന ആദ്യത്തെ ജീവിയുടെ തലയുമായി വരാൻ കൽപ്പിച്ചു. അവര് ആദ്യം കണ്ടത് ഒരാനയെയായിരുന്നു. അങ്ങനെ ആനയുടെ തല ബാലന്റെ ഉടലിൽ വെച്ചു പിടിപ്പിക്കുകയും ശിവൻ ആ ബാലന് ജീവൻ നൽകുകയും ചെയ്തു. ശിവൻ ആ ബാലനെ തന്റെ ഗണങ്ങളുടെ അധിപനായി അഥവാ നേതാവായി വാഴിച്ചു. അങ്ങനെയാണ് ഗണങ്ങളുടെ പതി അഥവാ ഗണപതി എന്ന പേര് ലഭിച്ചത്. ഏതൊരു ശുഭകാര്യവും തടസ്സമില്ലാതെ നടക്കാൻ ആദ്യം ഗണപതിയെ വന്ദിക്കണമെന്ന അനുഗ്രഹവും ശിവൻ നൽകി. ലോകം മുഴുവൻ ആദ്യം ചുറ്റിവരുന്നവർക്ക് ജ്ഞാനപ്പഴം നൽകുമെന്ന് ശിവൻ പറഞ്ഞപ്പോൾ സുബ്രഹ്മണ്യൻ മൈലിലേറി ലോകം ചുറ്റാൻ പോയി. എന്നാൽ ഗണപതി തന്റെ മാതാപിതാക്കളായ ശിവപാർവതിമാരെ ഭക്തിയോടെ വലം വെച്ചു. മാതാപിതാക്കളാണ് തന്റെ ലോകമെന്ന് ഗണപതി തെളിയിച്ചു. വേദവ്യാസൻ പറഞ്ഞുകൊടുക്കുന്നതിനനുസരിച്ച് തന്റെ കൊമ്പൊടിച്ച് തൂലികയാക്കി മാറ്റിയാണ് ഗണപതി മഹാഭാരതം എഴുതി തീർത്തത്. ഗണപതിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് മോദകം. ഇത് ജ്ഞാനത്തിന്റെ പ്രതീകമായി കരുതപ്പെടുന്നു. അരിപ്പൊടി കൊണ്ട് നിർമ്മിച്ച പുറംഭാഗവും ഉള്ളിൽ ശർക്കരയും തേങ്ങയും ചേർത്ത മധുരവുമാണ് ഇതിന്റെ പ്രത്യേകത. കേരളത്തിൽ ഗണപതി ഹോമത്തിനും മറ്റും പ്രധാനമായും ഉപയോഗിക്കുന്നത് ശർക്കരയും തേങ്ങയും ചേർത്ത അടയാണ്. ഒരിക്കൽ ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായ കുബേരൻ തന്നെ ഐശ്വര്യം കാണിക്കാനായി ശിവനെയും പാർവതിയെയും വിരുന്നിന് ക്ഷണിച്ചു. എന്നാൽ ശിവൻ തന്റെ പ്രതിനിധിയായി ഗണപതിയെ അയച്ചു. വിരുന്ന് തുടങ്ങിയപ്പോൾ ഗണപതി വിളമ്പിയ ഭക്ഷണമെല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ കഴിച്ചു തീർത്തു. കുബേരൻ വീണ്ടും വീണ്ടും ഭക്ഷണം എത്തിച്ചെങ്കിലും ഗണപതിയുടെ വിശപ്പ് മാറിയില്ല. കൊട്ടാരത്തിലെ ആഹാര സാധനങ്ങൾ തീർന്നപ്പോൾ ഗണപതി പാത്രങ്ങളും ഫർണിച്ചറുകളും വരെ കഴിക്കാൻ തുടങ്ങി. ഭയന്നുപോയ കുബേരൻ ശിവന്റെ അടുത്തെത്തി സഹായം തേടി. ശിവൻ ഒരു കൈപ്പിടി മലര് നൽകി ഇത് ഗണപതിക്ക് കൊടുക്കാൻ പറഞ്ഞു. ഭക്തിയോടെ നൽകിയ ആ ഒരു കൈപ്പിടി മലര് കഴിച്ചതോടെ ഗണപതിയുടെ വിശപ്പ് ഉടൻ തന്നെ മാറി. അമിതമായ അഹങ്കാരത്തേക്കാൾ ഭക്തിയോടെ നൽകുന്ന ചെറിയൊരു ഭക്ഷണമാണ് വലിയ കാര്യമെന്ന് ഈ കഥയിലൂടെ കുബേരൻ പഠിച്ചു.